ഹലോ ഗായ്സ്, അപ്പോൾ ഇന്ന് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ഭയങ്കര സന്തോഷത്തോടെയും ഭയങ്കര ടെൻസ്ഡായിട്ടും ഒക്കെയാണ്. സത്യം പറഞ്ഞാൽ സ്കൂളും കോളേജിലും ഒക്കെ പഠിക്കുമ്പോൾ തന്നെ എനിക്ക് നേരിട്ട് മഞ്ഞ് കാണണം അല്ലെങ്കിൽ മഞ്ഞ് കൈ കൊണ്ടെടുക്കണമെന്നൊക്കെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു നിമിഷത്തിലേക്കാണ് ഇപ്പോൾ പോകുന്നതെന്ന് ആലോചിക്കുമ്പോൾ എന്താ പറയേണ്ടതെന്നറിയില്ല. അപ്പോൾ മണാലിയിലേക്കുള്ളൊരു ട്രിപ്പാണ്, ഈ ഒരു വ്ളോഗാണ് നിങ്ങളിപ്പോൾ കാണാൻ പോകുന്നത്. ഈ യാത്രയിൽ എൻ്റെ കൂടെ രണ്ടുപേരും കൂടെ ഉണ്ട്. എൻ്റെ ഓഫീസിൽ തന്നെ വർക്ക് ചെയ്യുന്ന എൻ്റെ രണ്ട് അടുത്ത സുഹൃത്തുക്കളാണ്. അപ്പോൾ ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് ഞങ്ങൾ ഇവിടെ ട്രിവാൻഡ്രത്ത് നിന്ന് മണാലിയിലേക്ക് ട്രെയിൻ യാത്രയാണ്. ഫ്ലൈറ്റിൻ്റെ റേറ്റൊക്കെ കണ്ടപ്പോൾ തന്നെ ഞങ്ങളുടെ കണ്ണ് തള്ളി. അപ്പോൾ അധികം പറഞ്ഞ് മുഷിപ്പിക്കുന്നില്ല. ഈ ഒരു ട്രാവൽ വ്ളോഗ് ഞാൻ എന്തിനാന്ന് വെച്ചാൽ എൻ്റെ ആഗ്രഹം നിങ്ങളിലേക്ക് എത്തിക്കാനാണ്. അതായത് നിങ്ങളിപ്പോൾ ഒരു സ്ഥലം ഇഷ്ടപ്പെട്ടു അല്ലെങ്കിൽ നിങ്ങൾക്ക് പോകണമെന്ന് നിങ്ങൾ പിന്നെ ആയിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് പോകാൻ പറ്റില്ല. അതുകൊണ്ട് നമുക്കും പറ്റും, സമയം കണ്ടെത്തിയാൽ നമുക്കും കിട്ടും എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. സോ ഈ ഒരു ട്രാവൽ വ്ളോഗ് എൻജോയ് ചെയ്യുക, ഞങ്ങളുടെ കൂടെ നിങ്ങൾ യാത്ര ചെയ്യുക. ഓക്കെ. യാത്ര തുടങ്ങും മുമ്പ് തന്നെ ഒരു മുടക്കവും ഒരു മുണ്ടിയും വരാണ്ടിരിക്കാൻ അമ്പലത്തിലും പള്ളിയിലും പോയി പ്രാർത്ഥിച്ചിട്ടാണ് നമ്മൾ തുടങ്ങിയത്. അങ്ങനെ ഓഫീസിൽ നിന്ന് നമ്മൾ തിരിക്കുകയാണ് ഗൈസ്. ഇത് ആദി, ഇത് റോബി, ഞാൻ പറഞ്ഞ എൻ്റെ രണ്ട് ഉറ്റ സുഹൃത്തുക്കൾ. അപ്പോൾ ബാക്കി വീഡിയോ എല്ലാം വളരെ പെട്ടെന്നായതുകൊണ്ട് ട്രിവാൻഡ്രത്ത് നിന്ന് ഡൽഹിയിലേക്കുള്ള എല്ലാ ട്രെയിനും ബുക്ക്ഡായിരുന്നു. സോ നമ്മൾ ഇവിടെ നിന്ന് ചെന്നൈയിലേക്ക് ബുക്ക് ചെയ്ത് അവിടെ നിന്ന് ഡൽഹിയിലേക്കുള്ള ട്രെയിനാണ് ബുക്ക് ചെയ്തത്. അങ്ങനെ അവസാനം ചെന്നൈ എത്തി. ഇനി ഇവിടെ നിന്ന് വൈകിട്ട് 5 മണിക്കാണ് ട്രെയിന്. അപ്പോൾ ഇവിടെ നിന്ന് കുറച്ച് അടുത്തുള്ള സ്ഥലങ്ങൾ പോയി ഒന്ന് കറങ്ങിയിട്ട് നേരെ ഡൽഹിക്ക് പോകാനുള്ള പ്ലാനാണ്. അങ്ങനെ ചെന്നൈ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി ആദ്യം കണ്ട ബസ്സിൽ തന്നെ ചാടി കയറി. ബോർഡ് ശ്രദ്ധിച്ചപ്പോഴാണ് ഇത് മറീന ബീച്ച് വഴിയാണ് പോകുന്നത് കണ്ടത്. പോകുന്ന വഴിയിൽ തന്നെ മനസ്സിൽ സന്തോഷം തരുന്നൊരു കാര്യം കണ്ടായിരുന്നു. അത് ഉടനെ തന്നെ ക്യാമറയിൽ പകർത്തി. സോ നമ്മൾ സമയം ചിലവഴിക്കാൻ വേണ്ടി ഇന്ത്യയിലെ തന്നെ ഏറ്റവും ലോങ്ങസ്റ്റ് ബീച്ചായ മറീന ബീച്ചിലൂടെ നടക്കുകയാണ്. കുറച്ച് സമയം ബീച്ചിലൂടെ ഇങ്ങനെ നടന്ന് കടലിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് അവസാനം ഫുഡ് എക്സ്പ്ലോർ ചെയ്യാൻ നമ്മൾ തീരുമാനിച്ചു. അങ്ങനെ ഷോർട്സിലും പിന്നെ നമ്മുടെ ഈ ഓട്ടോ ചേട്ടനും പറഞ്ഞതനുസരിച്ച് ചെന്നൈയിലെ ഫേമസ് ബിരിയാണിയായ ബിലാലിലെ ചിക്കൻ ബിരിയാണി കഴിക്കാൻ തീരുമാനിച്ചു. കൊടുത്ത ഹൈപ്പിനോട് നീതി പുലർത്തിയ ഒരു അടാർ ഐറ്റം. അങ്ങനെ ബിരിയാണിയും കഴിച്ച് നമ്മൾ അടുത്ത ചെന്നൈ സ്പെഷ്യലായ ജിഗർദാണ്ട കുടിക്കാനായി ജിഗ്നേശ്വറിൽ വന്നിരിക്കുകയാണ്. ക്ലാസിക് ജിഗർദാണ്ട അതാ കഴിക്കാൻ പോകുന്നു. സ്വയം പഞ്ചസാധനം എപ്പടിയാ ഇരിക്കും. അങ്ങനെ ചെന്നൈ കറക്കമെല്ലാം കഴിഞ്ഞ് രാത്രി 8 മണിക്ക് നമ്മൾ ഡൽഹിയിലേക്ക് ട്രെയിൻ കയറിയിരിക്കുകയാണ്. അടുത്ത ദിവസം മുഴുവൻ നമ്മൾ ട്രെയിനിലായിരിക്കും യാത്ര ചെയ്യുന്നത്. രാവിലെ എണീച്ച് ഒരു ചായയൊക്കെ കുടിച്ച് കാഴ്ചയൊക്കെ കണ്ട് നമ്മളിങ്ങനെ ഇരുന്നപ്പോഴാണ് ഒരു കാര്യം ആലോചിച്ചത്. സിനിമ കാണാൻ ഫോണിൽ റേഞ്ചും ഇല്ല, കയ്യിലാണെങ്കിൽ യൂനോ കാർഡ്സും ഇല്ല. ട്രെയിനിൽ എങ്ങനെ സമയം ചിലവഴിക്കുമെന്ന് ഇങ്ങനെ ആലോചിച്ചിരുന്നപ്പോഴാണ് ചായയും കോഫിയും വിൽക്കുന്ന ചേട്ടൻ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത് കണ്ടത്. അങ്ങനെ ഞങ്ങളുടെ ഡൽഹി ട്രിപ്പ് മൊത്തം ഒരു 10-15 ചായയെങ്കിലും കുടിച്ച് സമയമൊക്കെ ചിലവഴിച്ച് പുറത്തെ കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ ആസ്വദിച്ച് ഒരു ദിവസം തള്ളി നീക്കിയതറിഞ്ഞില്ല. അങ്ങനെ രാവിലെ 6:30 ആയപ്പോൾ ചെന്നൈയിൽ നിന്ന് ഡൽഹി എത്തിയിരിക്കുകയാണ്. ഇവിടെ കാശ്മീരി ഗേറ്റിനടുത്തുള്ളൊരു ഹോട്ടലിൽ സ്റ്റേ എടുത്തിരിക്കുകയാണ്. ഡൽഹി മൊത്തം ഒന്ന് എക്സ്പ്ലോർ ചെയ്യും. രാത്രി 8 മണി വരെ, 8 മണിക്കാണ് നമുക്ക് മണാലിയിലേക്ക് ബസ്. ഡൽഹി തന്നെ 7 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഇവിടെ ഈ തണുപ്പാണെങ്കിൽ മണാലി എന്താ അവസ്ഥയാവുമെന്ന് ആലോചിക്കാൻ വയ്യ. സോ ഡൽഹി ഒന്ന് എക്സ്പ്ലോർ ചെയ്യും. ആദ്യം തന്നെ കണ്ട ഓട്ടോയ്ക്ക് കൈ കാണിച്ച് യമുന ഘട്ടിൻ്റെ അവിടെ ഒന്ന് ഇറക്കി തരുമോ ചോദിച്ചു. പുള്ളി നല്ല മനുഷ്യനായതുകൊണ്ട് ബാർഗെയിൻ ചെയ്യാനൊന്നും നിന്നില്ല. അങ്ങനെ ഞങ്ങൾ യമുന ഘാട്ടിലെത്തിയിരിക്കുകയാണ്. ലവ്മാർ രണ്ടും കൂടെ സ്നാക്സ് വാങ്ങിക്കുകയാണ്. ഇവിടെ മറ്റേ ബോട്ടിൽ പോയിട്ട് പക്ഷികളൊക്കെ ഇങ്ങനെ വന്ന് നിൽക്കുന്ന ഒരു സീനുണ്ടല്ലോ, അത് നമുക്ക് കിട്ടുമോ നോക്കാനാണ്. കാണാം. അങ്ങനെ ബോട്ടിൽ കയറിയതാണ്ട് സ്നാക്സും കൊണ്ട് യാത്ര തുടങ്ങിയിരിക്കുകയാണ്. മൊത്തം വെയിലാണ്, പക്ഷെ അതിനനുസരിച്ചുള്ള തണുപ്പുമുണ്ട്. നല്ല കിണ്ണം കാച്ചി ഫോട്ടോഗ്രാഫിയും വീഡിയോഗ്രാഫിയും ഒക്കെ എടുക്കാൻ പറ്റിയൊരു അറ്റ്മോസ്ഫിയറാണ്. ഇതിൻ്റെ 2-3 ക്ലിപ്സ് ഇൻസ്റ്റയിൽ സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു. കുറച്ച് പേര് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ഇതെവിടെയാണ് സ്ഥലം എന്നുള്ളത്. ഒരാൾക്ക് 20 രൂപയ്ക്ക് യാത്ര ചെയ്യാൻ പറ്റുന്ന കുഞ്ഞു റിക്ഷകൾ അവിടെ അവൈലബിൾ ആണ്. സോ അതിൽ കയറി നമുക്ക് അടുത്തടുത്തുള്ള സ്ഥലങ്ങളിൽ എളുപ്പം എത്താം.
ഞങ്ങൾ റെഡ് ഫോർട്ടിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെയാണ് ഡൽഹി ബ്ലാസ്റ്റ് നടന്നതെന്ന് അവർ പറയുന്നത്. തിങ്കളാഴ്ച ആയതുകൊണ്ട് റെഡ് ഫോർട്ട് അടച്ചിട്ടിരിക്കുകയായിരുന്നു. സോ പുറത്തുനിന്ന് അതിൻ്റെ ഭംഗി ആസ്വദിച്ച് നമ്മൾ നേരെ ചാന്ദിനി ചൗക്കിലേക്ക് നടന്നു. ചാന്ദിനി ചൗക്കിൽ വന്ന് ഇതെന്തോന്ന് വെച്ചിട്ടുണ്ട്, ഇത് ചോല ഭട്ടൂര കഴിക്കുകയാണ്. അറിയാം. ചാന്ദിനി ചൗക്കിൽ നിന്നും അടുത്ത ഐറ്റം നല്ല ചൂട് ക്യാരറ്റ് ഹൽവ, ഡൽഹി സ്പെഷ്യൽ. അങ്ങനെ ഗായ്സ് ഇന്ത്യ ഗേറ്റും കണ്ടിരിക്കുകയാണ്. പറഞ്ഞ പോലെ ഇതിന് മതിലില്ലല്ലോ. അങ്ങനെ ഞങ്ങൾ ഒത്തിരി ദൂരം ട്രാവൽ ചെയ്ത് ഡൽഹിയിൽ നിന്ന് കുത്തബ് മിനാർ എത്തിയിരിക്കുകയാണ് ഗായ്സ്. ഡൽഹിയിൽ ഇത്രയൊക്കെ ഉള്ളൂ ഗായ്സ്. ഇത്രയൊക്കെ ഉള്ളൂ എന്ന് പറഞ്ഞാൽ കുറേ സാധനമുണ്ട് കാണാൻ. പക്ഷെ ഞങ്ങളുടെ സമയം പരിമിതി ആയതുകൊണ്ട് ഇത്രയേ ഉള്ളൂ. അങ്ങനെ ഡൽഹിയിലെ ഊരുതണ്ടലെല്ലാം കഴിഞ്ഞിട്ട് രാത്രി 8 മണിയാവാൻ പോകുന്നു. മണാലിയിലേക്കുള്ള ബസ് സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. ഇതൊരു ബസ് സ്റ്റേഷൻ തന്നെയാണോ എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള ബിൽഡിംഗ് സ്ട്രക്ചറാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അത്രയ്ക്ക് മനോഹരമായിട്ടാണ് ഇവരിത് ബിൽഡ് ചെയ്തിരിക്കുന്നത്. നല്ല വൃത്തിയും നല്ല രീതിയിലുള്ള മെയിൻ്റനൻസും ഇവരിൽ ചെയ്തിട്ടുണ്ട്. അങ്ങനെ മണാലിയിലേക്കുള്ള ബസ് കയറി 12 മണിക്കൂറാണ് ഈ ബസ്സിൽ ഇരിക്കേണ്ടത്. ഒന്ന് ഉറങ്ങി എണീച്ചാൽ തന്നെ മണാലി എത്തും. സോ വലിയ ബോറടിയോ കാര്യങ്ങളോ ഒന്നുമില്ല. എന്തുകൊണ്ട് ഫ്ലൈറ്റ് ടിക്കറ്റിൽ ബുക്ക് ചെയ്ത് പോയില്ല എന്നുള്ളത് മണാലിയിലെ അഡ്വഞ്ചർ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഫ്ലൈറ്റ് കൊടുക്കുന്ന പൈസ ഉണ്ടെങ്കിൽ അവിടെ മിക്ക ആക്ടിവിറ്റീസും ചെയ്യാം. അങ്ങനെ മണാലി എത്തി ഗായ്സ്. എൻ്റെ പൊന്നോ എന്ത് തണുപ്പ് ഇവിടെ. 5 ഡിഗ്രി 6 ഡിഗ്രി ഈ രാവിലെ തന്നെ ഉണ്ട്. രാത്രി ആകുമ്പോഴത്തേക്ക് എന്താവുമെന്ന് പറഞ്ഞോടാ. ഇനി അങ്ങോട്ട് എങ്ങനെ ആവുമെന്നൊന്നും അറിഞ്ഞുകൂടാ. ഞങ്ങൾ വരുന്ന വഴിക്ക് മഞ്ഞുമലയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. ഇനി നാളെ അറ്റങ് ടണൽ വഴിയൊക്കെ പോകണം. അപ്പോൾ അവിടെ പോയാലായിരിക്കും ചിലപ്പോൾ മഞ്ഞ് നേരിട്ട് കൈകൊണ്ടൊക്കെ എടുക്കാൻ പറ്റുക. ഇപ്പോൾ മഞ്ഞ് മലയൊക്കെ കണ്ടിട്ടുണ്ട്. ഇന്ന് ഇവിടെ അടുത്തുള്ള ലോക്കൽ സൈറ്റ് സീയിങ് ആണ് ഗൈസ്. പാക്കേജ് എടുത്തുകൊണ്ട് പറയുന്നതല്ല, നല്ലൊരു അടിപൊളി സ്റ്റേ ആണ്. നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും. ഞങ്ങൾ ഡൽഹിയിൽ നിന്ന് മണാലിയിലേക്ക് തിരിച്ച് ഡൽഹി വരെയുള്ള പാക്കേജാണ് എടുത്തിട്ടുള്ളത്. അതിൽ തന്നെ നമുക്ക് ഫുഡും സ്റ്റേയും ഗൈഡും എല്ലാം വരുന്നതാണ് ആ പാക്കേജിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ളത്. ആ ഗൈഡ് തന്നെ കാറിൽ നമ്മളെ എല്ലായിടത്തും കൊണ്ടുപോകും. സോ നമുക്ക് ട്രാവൽ കോസ്റ്റും ഇവിടെ നിന്ന് ലാഭിക്കാം. നമ്മുടെ സ്റ്റേയിൻ്റെ ബാൽക്കണിയിൽ നിന്നുള്ള വ്യൂ ആണിത്. ഇത് തന്നെ ഇത്ര ഭംഗിയാണെങ്കിൽ ഇനി അങ്ങോട്ടുള്ള കാഴ്ചകളാണ് നിങ്ങൾ കാണേണ്ടത്. ഇവിടുത്തെ ഫുഡെല്ലാം ബൊഫേ ആണ്. സോ നമുക്ക് ആവശ്യത്തിന് ഫുഡെല്ലാം എടുത്ത് കഴിക്കാം. ചുമ്മാ കടയിലേക്ക് നടക്കാൻ വേണ്ടി ഇറങ്ങിയപ്പോഴാണ് ഇതാണ് ഇവിടുത്തെ ലോക്കൽ പട്ടിയ ഹസ്കി വീട്ടിൽ വളർത്തുന്ന ഞാൻ തോന്നുന്നു കണ്ടിട്ട്. 2 ബിസ്ക്കറ്റ് കൊടുത്തതിൻ്റെ നന്ദിയായിട്ട് ഫുൾ ടൈം നമ്മുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ ഉച്ചയ്ക്ക് 1 മണിയായപ്പോൾ നമ്മുടെ ക്യാബ് വന്നു. നമ്മളെ ആദ്യം കൊണ്ടുപോകുന്നത് ഇവിടെ അടുത്തുള്ള ഹഡിംബ ടെമ്പിളിലാണ്. അങ്ങനെ നമ്മളിപ്പോൾ ഹഡിംബ ദേവി ടെമ്പിൾ എത്തി. ഇവിടുത്തെ വെറൈറ്റി ഒരു കാഴ്ച കാണിച്ചു തരാം. മണാലിയിലെ ട്രഡീഷണൽ ഡ്രസ്സ് ഇട്ടുകൊണ്ട് ലേഡീസ് ഇവിടെ ഫോട്ടോഷൂട്ടാണ്. നല്ല നല്ല പിക്ചേഴ്സ് എടുക്കണമെങ്കിൽ ഇവിടെ 150-250 രൂപയ്ക്ക് ഡ്രസ്സ് വാടകയ്ക്ക് കിട്ടും. സോ അതിട്ട് ദേവി ടെമ്പിളിൻ്റെ അവിടെ നല്ല ഫോട്ടോസ് എടുക്കാം. ഇതാണ് ഗായ്സ് ഹഡിംബ ദേവി ടെമ്പിൾ. നല്ലൊരു കാടിനിടയിൽ ഈ ഒരു ദേവീക്ഷേത്രം. 30 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ മുയലിനെ എടുത്ത് വെച്ച് നല്ല ഫോട്ടോസ് നിങ്ങൾക്ക് എടുക്കാം. അങ്ങനെ ഹഡിംബി ടെമ്പിളിൻ്റെ തൊട്ടടുത്തുള്ള മോളിലേക്ക് വന്നിട്ടുണ്ട്. മോൾ റോഡ്. അവിടെ നമുക്ക് സ്ട്രീറ്റ് ഫുഡ്സ് ഒക്കെ എൻജോയ് ചെയ്യാം. കാണിച്ചു തരാം. ഇവിടെ അങ്ങനെ ഒരു കടയിലാണ് കയറിയിട്ടുള്ളത്. നല്ല മാഗിയും നല്ല തന്തൂരി കപ്പ് ചായയൊക്കെ ഉണ്ട്. അതെല്ലാം കഴിക്കണം. പയ്യൻ്റെ ചിരിയിലാണ് നമ്മൾ വീണത്. ഇവിടെ നിന്ന് നല്ല ചൂട് മാഗിയും വെജ് പക്കോടയും പാവ് ഭാജിയാണ് നമ്മൾ ട്രൈ ചെയ്തത്.
ഈ തണുപ്പത്ത് ചൂടോട് ഇതൊക്കെ കഴിക്കുമ്പോണ്ടല്ല ലാലേട്ടൻ പറയുന്ന പോലെ ചായയുടെ സ്വാദ് ഉയരം കൂടുമ്പോൾ കൂടുന്ന പോലെ തണുപ്പത്ത് ഈ സാധനത്തിനൊക്കെ അമ്മാതിരി ടേസ്റ്റാണ്. ഇതെല്ലാം കഴിഞ്ഞ് ഞങ്ങളിതേ ഒരു മൊണാസ്ട്രിയിൽ വന്നിരിക്കുകയാണ്. മോൾ റോഡിൽ ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് വീട്ടിലത്തേക്ക് കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ച്. മൊണസ്ട്രിയുടെ ഇവിടെ ഒരു സാധനമുണ്ട്, അതിൻ്റെ പേരെനിക്കറിഞ്ഞൂടാ. പക്ഷേ ഇത് ഇങ്ങറ്റം തൊട്ട് അങ്ങറ്റം വരെ ഇങ്ങനെ കറക്കി മനസ്സിൽ എന്ത് പ്രാർത്ഥിച്ചാലും അത് നടക്കുമെന്നാണ്. അങ്ങനെ മൊത്തം കറക്കിയിട്ടുണ്ട്. മനസ്സിൽ കുറച്ച് ആഗ്രഹങ്ങളുണ്ട്, അത് നടക്കും, നടന്നേ പറ്റുള്ളൂ. ഇത് അവിടുത്തെ മോൾ റോഡിൽ അവൈലബിൾ ആയിട്ടുള്ള ഗുലാബ് ജാമുനാണ്. ചൂട് സാധനമാണ്, നല്ല ടേസ്റ്റ് ആയിരുന്നു. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ് മോൾ റോഡിൽ ഷോപ്പ് ചെയ്യാൻ ഒരുപാട് ഷോപ്സ് ഉണ്ട്. കുഞ്ഞു കുഞ്ഞു കീ ചെയിൻ ഐറ്റംസ് തൊട്ട് വലിയ വലിയ വില കൂടിയ സാധനങ്ങൾ വരെ ഇവിടെ ഉണ്ട്. ബാർഗെയിൻ ചെയ്യാനുള്ള കഴിവുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറഞ്ഞ വിലയ്ക്ക് ഇതെല്ലാം തൂഫാനാക്കാം. ഇന്ന് നമ്മുടെ മണാലിയിലെ 2ാമത്തെ ഡേ ആണ്. സൗണ്ടെല്ലാം അടഞ്ഞ് തണുപ്പ് കാരണമാണെന്ന് തോന്നുന്നു. ഇപ്പോൾ മണാലിയിൽ -3 ഡിഗ്രിയാണ്. ഗൂഗിളിൽ കാണിക്കുന്ന -11 ആണെങ്കിലും ഐഫോണിലെ വെതർ ആപ്പിൽ കാണിക്കുന്ന -3 ആണ്. അപ്പോൾ ഇന്ന് ഭയങ്കര എക്സൈറ്റഡ് ആണ്. കാരണം എന്ന് വെച്ചാൽ ഇന്ന് ഞങ്ങളുടെ 3 പേരുടെ ലൈഫിൽ ആദ്യമായിട്ട് ഞങ്ങൾ മഞ്ഞ് കൈകൊണ്ടെടുക്കാൻ പോകുന്നു എന്നുള്ളൊരു ഫീല് നടക്കുമെന്ന് അറിഞ്ഞുകൂടാ. ഗ്രാമ്പൂ എന്ന ഒരു സ്ഥലത്ത് ഇതുപോലെ മഞ്ഞ് നമുക്ക് തൊടാൻ പറ്റുമെന്ന് നമ്മുടെ ഡ്രൈവർ ചേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തെന്നാലും ബാക്കി വീഡിയോ കാണാം. അങ്ങനെ ഗായ്സ്, നമ്മളുടെ രാവിലെ റെഡിയായി 9 മണിക്ക് ഗ്രാമ്പൂയിലേക്ക് തിരിച്ചിട്ടുണ്ട്. ഗായ്സ് 1.5 മണിക്കൂർ കാറിൽ തന്നെ ഇരിക്കണം ഗ്രാമ്പൂയിലേക്ക് എത്താൻ, ട്രാഫിക്കൊക്കെ താണ്ടിയിട്ട്. ഞങ്ങൾ ജാക്കറ്റൊക്കെ വാടകയ്ക്ക് എടുത്തിട്ടുണ്ട്. 250 രൂപയുള്ളൂ ഇൻക്ലൂഡിങ് ഷൂസ്. ഡെക്കാത്ലോണിൽ നിന്ന് ജാക്കറ്റൊന്നും 5 പൈസ കളയണ്ട. അങ്ങനെ നമ്മൾ അട്ടങ് ടണൽ സൗത്തിൽ നിന്ന് നോർത്തിലേക്കുള്ള എൻട്രിയിലേക്ക് എത്തിയിരിക്കുകയാണ്. അട്ടങ് ടണലിലേക്ക് അടുക്കും തോറും എക്സൈറ്റ്മെൻറ്റ് കൂടി വരികയാണ്. കാരണം നമ്മുടെ ഡ്രീം കം മൊമെൻറ്റിലേക്കാണ് ഈ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അട്ടങ് ടണലിൻ്റെ അകത്തേക്ക് കയറിയിരിക്കുകയാണ്. 9 കിലോമീറ്റർ ഇങ്ങനെ സ്ട്രെയിറ്റ് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കണം. ഇവിടെ നിന്ന് വെളിയിലേക്ക് ഇറങ്ങുന്ന വെളിച്ചത്തിലേക്ക് ഇങ്ങനെ ഇറങ്ങുന്നൊരു വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഇവിടെ പോയി എക്സ്പീരിയൻസ് ചെയ്തവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു മസ്റ്റ് എക്സ്പീരിയൻസ് ആണെന്ന്. സോ അത് എക്സ്പീരിയൻസ് ചെയ്യാൻ പോവാണ്. നിങ്ങൾക്കത് വീഡിയോയിൽ എത്രത്തോളം എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. പക്ഷേ ലൈഫിൽ സത്യം പറഞ്ഞാൽ ഇത്ര ആകാംക്ഷയോടെയും എക്സൈറ്റിംഗ് ആയിട്ട് കണ്ടിഷ്ടപ്പെട്ടൊരു സാധനമായിരുന്നു അത്. സോ നിങ്ങളും വരണം, മാക്സിമം എൻജോയ് ചെയ്യണം. ഇത്രയും നേരം ദൂരെ കണ്ട മഞ്ഞുമലകൾ തൊട്ടടുത്ത് വരുന്ന സീനാണ്. കയ്യൊക്കെ ഈയൽ വരയ്ക്കും പോലെ വരയ്ക്കുന്നുണ്ട്. ഗൈസ്, ഞങ്ങളിപ്പോൾ ഗ്രാമ്പൂല ക്യാബ് ഡ്രൈവർ ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട്. ഇവിടുത്തെ ഒരു സീന് ഞാൻ കാണിച്ചു തരാം. കേട്ടാ, വെള്ളച്ചാട്ടം വരെ ഐസായ അവസ്ഥയാണ്. മഞ്ഞ് കൈകൊണ്ട് തൊടണം എന്നുള്ള എൻ്റെ ആഗ്രഹം സാധിക്കാൻ ഇനി നിമിഷങ്ങൾ മാത്രം. നേരിട്ട് കണ്ടു, ആ മഞ്ഞ് തൊടാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ പോകുന്നത്. സത്യം പറഞ്ഞാൽ ഒത്തിരി സന്തോഷമുണ്ട്, അതിനെപ്പോലെ തന്നെ ഇമോഷണൽ ആവണമുണ്ട്. നിങ്ങൾക്ക് ഇത്ര ഇത് വലിയ കാര്യമൊന്നും എനിക്ക് അറിഞ്ഞൂടാ. പക്ഷേ എൻ്റെ ഒത്തിരി നാളത്തെ ഡ്രീമായിരുന്നു. ഞാൻ അത് തൊടാനായിട്ട് പോവാണ്. മഞ്ഞ് ഈ കൈ കൊണ്ട് വന്ദേ മാതരം.
വന്ദേ അയ്യോ ഓ കൈ കൊഴുപ്പ് കാണിക്കരുത്, കൈ കൊണ്ട് എടുക്കരുത്, കൈ ഫീൽ പോലും ഫീൽ പോലും ചെയ്യുന്നില്ല കൈ. അയ്യോ ഗൈസ്, ഒരിക്കലെങ്കിലും നിങ്ങൾ ഗ്രാമ്പൂല് വരണം, അതിനുള്ള തെളിവാണ് ഈ വീഡിയോ. അയ്യോ പിന്നെ ഒന്ന് മാറ്റി വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഒന്നും നടക്കൂല. സോ മാക്സിമം വരാൻ നോക്കുക. കാരണം ഡിസംബർ തൊട്ട് ഫെബ്രുവരി വരെ മഞ്ഞ് നല്ല കൂടും. സോ ഭയങ്കര ട്രാഫിക് ആയിരിക്കും, റോഡ് ക്ലോസ് ചെയ്യും, ഇവിടെ ഒന്നും വരാൻ പറ്റൂല. സോ നേരത്തെ വരാൻ നോക്കുക. ഇവിടെ ഇപ്പോൾ എത്ര തിരക്കാണെന്ന് ഞാൻ കാണിച്ചു തരാം. നിങ്ങൾ കണ്ടോ? ഇതാണ് ഇവിടുത്തെ അവസ്ഥ ഇപ്പോഴത്തെ. നിങ്ങൾ വരുന്നെങ്കിൽ കുറച്ച് നേരത്തെ വരണം, അല്ലെങ്കിൽ ഇതിൻ്റെ അപ്പുറം തിരക്കായിരിക്കും. നല്ല അടിപൊളി വ്യൂ അവിടെ നിങ്ങൾക്കിരുന്ന് ഫുഡ് കഴിക്കണമെങ്കിൽ വേണ്ടേ കഫേ സ്നോ ടച്ച് എന്ന് പറയുന്ന ഈ കഫേയിൽ വന്നാൽ മതി. ഇതിൻ്റെ വ്യൂ ഞാൻ കാണിച്ചു തരാം. അതിൻ്റെ പുറകെ തന്നെ നിങ്ങൾക്ക് വ്യൂ കാണാൻ പറ്റും. ഇവിടുത്തെ വെളിയിലത്തേക്കുള്ള വ്യൂവും കൂടെ നിങ്ങളൊന്ന് കാണുക. മൈ ഗാഡ്, വിഷയം വ്യൂ ആണ്. ഇത്രയും നല്ലൊരു വ്യൂവിലിരുന്ന് നല്ല ചൂട് പനീർ ബിരിയാണിയും ആലു റൊട്ടിയും കഴിക്കണം. അട്ടൻ ടണൽ നോർത്തിൽ നിന്ന് തിരിച്ച് സൗത്തിലേക്ക് ഇറങ്ങിയപ്പോഴത്തേക്കും ഫോട്ടോ എടുക്കണമെന്ന് പറഞ്ഞായിരുന്നു. പക്ഷെ എന്നാലും ഇവിടുത്തെ ആ ഒരു വ്യൂ എൻ്റെ മോനെ. ഗായ്സ്, ഇത് ഞാൻ ലിപ്സ്റ്റിക് ഇട്ടിരിക്കണമല്ല. തണുപ്പത്ത് പോയി തിരിച്ച് റൂം എത്തി എൻ്റെ ചുണ്ട് മൊത്തവും പൊട്ടിയ ഇതാണ് ഈ കാണുന്നത്. നിങ്ങൾ എത്ര ലിപ് ബാം ഇട്ടിട്ടും കാര്യമില്ല. കാരണം ലിപ് ബാം ഇട്ടാൽ ഇത് തന്നെയാണ് അവസ്ഥ. ഞാൻ ലിപ് ബാം ഒക്കെ ഇട്ടിട്ടാണ് ഇറങ്ങിയത്. സോ ഇതിനെന്തെങ്കിലും പ്രതിവിധി ഉണ്ടെങ്കിൽ അതൊക്കെ ആലോചിച്ചിട്ട് ഇറങ്ങാം. ഓക്കെ. അപ്പോൾ ഗായ്സ്, ഇന്ന് ഞങ്ങളുടെ ലാസ്റ്റ് ഡേ ആണ്, മൂന്നാമത്തെ ഡേ മണാലിയിൽ. ഇന്ന് വൈകിട്ട് 6 മണിക്കാണ് ബസ് ഡൽഹിക്കുള്ളത്. അപ്പോൾ ഇന്ന് വൈകിട്ട് 6 മണി വരെ ഇവിടുത്തെ കുളു മണാലിയിലേക്കാണ് ഇന്നത്തെ യാത്ര. അപ്പോൾ ഇന്ന് അവിടെയും പിന്നെ അതിനടുത്ത് റിവർ റാഫ്റ്റിങ്ങും അങ്ങനത്തെ കുറേ ആക്ടിവിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ട്. മണാലിയിൽ നിന്ന് ലാസ്റ്റ് ഡേ ചെക്കൗട്ട് അടിച്ചിറങ്ങിയിരിക്കുകയാണ്. ഇൻ കേസ് ഞങ്ങൾ സ്റ്റേ ഏതാണെന്ന് അറിയണമെങ്കിൽ ഗോൾഡൻ ആപ്പിളാണ്. പ്രൊമോഷനൊന്നും അല്ല, പക്ഷെ അടിപൊളി സ്റ്റേ ആയിരുന്നു. ഇവിടെ വരുന്നവർ നല്ല വ്യൂ ഒക്കെ കണ്ട് അടിപൊളി സ്റ്റേ ആണ് വേണ്ടെങ്കിൽ ഈ ഗോൾഡൻ ആപ്പിളിനെ കോൺടാക്റ്റ് ചെയ്യുക. അപ്പോൾ എൻ്റെ പിറകെ നിങ്ങൾക്ക് കാണാം ഹോട്ട് എയർ ബലൂണ്. ഇത് ഗവൺമെൻറ്റിൻ്റെ പുതിയ റൂൾ പ്രകാരം ഇപ്പോഴത്തെ ഇതിൽ 100 മീറ്റർ ഹൈറ്റിലേ പോവുകയുള്ളൂ. പക്ഷേ 100 മീറ്റർ ഹൈറ്റിൽ പോയിരുന്നാൽ പോലും ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് തോന്നി. അപ്പോൾ ഞാനും റോബിയാണ് ഈ ഹോട്ട് എയർ ബലൂണിൽ കയറാൻ പോകുന്നത്. ആദ്യം പാരാഗ്ലൈഡിങ് എക്സ്പീരിയൻസ് ചെയ്യണമെന്നും പറഞ്ഞ് അത് ഇച്ചിരി റിസ്ക്കുള്ള പരിപാടിയാണ്. അപ്പോൾ ആദ്യം അതിന് പോയി ഞാനും റോബിയും ഈ ഹോട്ട് എയർ ബലൂണിൻ്റെ അടുത്തേക്ക് പോവാണ്. എന്താ പോകുന്നു കണ്ടറിയാം. ഇതാണ് ഗായ്സ് ആ ഹോട്ട് എയർ ബലൂൺ. നല്ല രസമുണ്ട് കാണാൻ. എന്താ പോകുന്നു. ഇതാണ് ഇതിനകത്ത് കയറിയിട്ടുള്ള വ്യൂ. എൻ്റെ അഭി നിങ്ങൾ കാണുന്നുണ്ടോ? നെഞ്ചടിക്കുന്നുണ്ട്. പോലും ഈ സാധനം മേലോട്ട് പോവാണ്. പേടിയുണ്ടെങ്കിലും കൽപ്പിച്ചെടുത്തിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ ഞങ്ങൾ ഇത്രയും പൊക്കത്തിലാണ്, 100 മീറ്റർ പൊക്കം. എന്നിരുന്നാലും ഹൈറ്റ് ഉള്ളവർക്കൊക്കെ കുറച്ച് എത്താറാണ്. 100 മീറ്റർ പൊക്കത്തിലാണെങ്കിൽ പോലും ഇതിൻ്റെ മേലെ കയറി ഇങ്ങനത്തെ ഒരു വ്യൂ കാണുമ്പോൾ മനസ്സിൽ കിട്ടുന്നൊരു സന്തോഷമുണ്ടല്ലോ. ഐസ് അങ്ങനെ സേഫായിട്ട് ലാൻഡ് ചെയ്ത് ഭാഗ്യം, രക്ഷപ്പെട്ട് ചത്തല്ല. ഞങ്ങളിതാ ഡ്രോൺ വീഡിയോ മേടിക്കാൻ പോവാണ്. അതെങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ ഡ്രോൺ വീഡിയോ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കും ഭാഗ്യം ഉണ്ടാവും ആ വീഡിയോ കാണാൻ.
അങ്ങനെ ഹോട്ട് ബലൂൺ അഡ്വഞ്ചറിന് ശേഷം ആദ്യം പാരാഗ്ലൈഡിങ് ചാടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അവൻ്റെ പാരാഗ്ലൈഡിങ് വന്നിറങ്ങുന്ന സ്പോട്ടിലേക്ക് നടക്കുവാണ്. ഒറ്റ മൈൻഡിൽ പാരാഗ്ലൈഡിങ് ചെയ്തേ പറ്റുമെന്നും പറഞ്ഞ് കയറിയ ആദ്യമാണ് നിങ്ങൾക്ക് പോയി വീഡിയോ കാണാൻ പറ്റുന്നത്. ആദ്യമൊക്കെ നോർമലായി പോയി സീനറീസ് എൻജോയ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ചേട്ടൻ നോർമൽ മോഡിൽ നിന്നും ആക്റ്റീവ് മോഡിലേക്ക് പോട്ടെ അല്ലെങ്കിൽ അഡ്വഞ്ചർ മോഡിലോട്ട് പോട്ടെ എന്ന് ചോദിച്ചപ്പോഴത്തേക്കുമാണ് പിന്നെയുള്ള സംഭവങ്ങൾ. Enjoy करने को कुछ नहीं है, नॉर्मल है. ओके यस एंजॉय आदित्य भाई. जस्ट एंजॉय आदित्य भाई, कुछ नहीं है, नॉर्मल है. मजा आ रहा है. एंजॉय आदित्य. അങ്ങനെ ധീരെ 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 എന്ന് പറഞ്ഞ അവസാനം എങ്ങനെയൊക്കെയോ ലാൻഡായി. ജീവൻ തിരിച്ചു കിട്ടിയ സന്തോഷത്തിൽ പൈലറ്റ് ചേട്ടനെയും ചീത്ത വിളിച്ച് ആദ്യം നമ്മുടെ അടുത്തേക്ക് വന്നു. ഇങ്ങനെയാണ് അവർ വന്ന് ലാൻഡ് ചെയ്യുന്നത്. ഗൈസ്, നമ്മളപ്പോൾ അങ്ങനെ റിവർ റാഫ്റ്റിംഗ് കൂടെ എക്സ്പീരിയൻസ് ഇവിടെ വന്നിട്ടുണ്ട്. ഇത് നമ്മുടെ പൈലറ്റ് വണ്ടിയുടെ പൈലറ്റ് എന്നാണ്. എന്തായാലും റിവർ റാഫ്റ്റിംഗ് എക്സ്പീരിയൻസ് ചെയ്യുമ്പോഴാണ് നമ്മുടെ കൂടെ റിവർ റാഫ്റ്റിങ്ങിന് വന്ന ഡ്രൈവർ അല്ലെങ്കിൽ ഇതിലെ പൈലറ്റ് ചേട്ടൻ ആളിച്ചിരി തമാശക്കാരനാണ്. പുള്ളി നമ്മളടുത്ത് നീന്തലറിയോ, പേടിക്കണ്ട, എനിക്കും അറിഞ്ഞൂടാന്ന് പറഞ്ഞ് നമുക്ക് കോൺഫിഡൻസ് തന്നു. കള്ള സകല ദൈവങ്ങളെ മനസ്സിൽ ധ്യാനിച്ചു കൊണ്ടായിരുന്നു ഈ ഒരു പോക്ക്. ഇടയ്ക്ക് കയ്യൊക്കെ അവിടെ ഇവിടെ ഇടിച്ച് മുറിഞ്ഞെങ്കിൽ പോലും ഒരു അഡ്വഞ്ചർ ട്രിപ്പ് എന്ന് പറയുമ്പോൾ അങ്ങനെയല്ലേ. ലാസ്റ്റ് ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ 3 പേരെയും അയാൾ വെള്ളത്തിൽ ചാടിച്ചായിരുന്നു. ആഹാ, സ്വർഗം. അങ്ങനെ റിവർ റാഫ്റ്റിംഗ് ഒക്കെ കഴിഞ്ഞ് ഇതാ ഒരു വലിയ ആംബിയൻസ് ഉള്ളൊരു ഹോട്ടലിൽ കഴിക്കാനായിട്ട് വന്നിട്ടുണ്ട്. കാല് തീക്കകത്ത് വെച്ചിട്ടും കാല് ഫീൽ ചെയ്യുന്നില്ല ഗൈസ്. ലുക്ക്, നാളെ അറിയാം. ഡൽഹിയിലെ ഫേമസ് ഫുഡായ സിദ്ധു SIDDU അതാണ് ഇപ്പോൾ ട്രൈ ചെയ്യാൻ പോകുന്നത്. ഈ കാണുന്നതാണ് സിദ്ധു. ഇതിനകത്ത് ഡ്രൈ ഫ്രൂട്ട്സ് വരും. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് ടേസ്റ്റ് ചെയ്തിട്ട് പറയാം. ബ്രെഡോ മീറ്റോ പോലത്തെ ഒരു സാധനമാണ്. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഗൈസ്. इसमें सॉस मिक्स थोड़ा चटनी डालो इसमें. എങ്ങനെയുണ്ട് റോബി? അല്ല, അടിപൊളി സാധനം, തള്ളണല്ല. നിങ്ങൾ മണാലി വന്നാൽ മസ്റ്റായിട്ട് ട്രൈ ചെയ്യണം. നമുക്ക് നമ്മുടെ കൂടെ വന്ന ഗൈഡ് ചേട്ടനാണ് ഈ ഡിഷ് സജസ്റ്റ് ചെയ്തത്. ചേട്ടനൊരു സ്പെഷ്യൽ താങ്ക്സ്. ഇതാണ് നമ്മുടെ ഗൈഡ് ചേട്ടൻ. ഈ തണുപ്പത്ത് നല്ല ചൂടോടെ വെജ് പിസയും വെജ് മോമോസും ഫ്രൈഡ് മോമോസും നല്ല ചൂട് ബർഗറും, ഇതെല്ലാം വെജാണെങ്കിൽ പോലും ടേസ്റ്റിനൊരു കുറവില്ലായിരുന്നു. ഈ ഹോട്ടലിലെ ഓണറാണ് തോന്നിയിരിക്കുന്നത്. भैया को भी देना इतना ही था, मैं बोला चलता हुआ थोड़े थोड़े गोरी राइस है सबको. ये पड़ता है सिद्धू में. हाँ जी, ये 1 पीस 10 रुपीस का था यहाँ. ഗായ്സ്, അവിടുത്തെ ചേച്ചി തന്നതാണ്. ഇത് വെച്ചിട്ടാണ് സിദ്ധു ഉണ്ടാക്കുന്നതെന്നാണ് പറയുന്നത്. നിങ്ങൾ റിവർ റാഫ്റ്റിങ്ങിന് ഇവിടെ കുളു മണാലിയിൽ വരുവാണെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു ആംബിയൻസിലുള്ള ഷോപ്പ് ട്രൈ ചെയ്യണം. ഇത് നമ്മുടെ റിവർ റാഫ്റ്റിങ്ങിന് അടുത്താണ്. ഇതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഇവിടെ കൊടുത്തേക്കാം. മസ്റ്റ് ട്രൈ ആണ്. നല്ല അടിപൊളി ഫുഡാണ്. വെജാണെങ്കിൽ പോലും എന്ത് നല്ല ടേസ്റ്റ് ആയിരുന്നു ഗായ്സ്. അങ്ങനെ ഞങ്ങളുടെ മണാലി ഡേയ്സ് ഇവിടെ കഴിയാണ്. അപ്പോൾ ഇവിടെ എത്ര പേരൊന്നും കാണുമെന്ന് പറഞ്ഞോടാ. എന്നിരുന്നാലും ഞങ്ങളുടെ കൂടെ ഇത്രയും നേരം യാത്ര ചെയ്ത നിങ്ങൾക്കും ഈ ഒരു ട്രിപ്പ് സാധ്യമാവുമെന്ന് പോലും വിചാരിച്ചില്ല. മഞ്ഞ് കൈകൊണ്ട് തൊടുമെന്ന് വിചാരിച്ചില്ല. ഈ ട്രിപ്പ് ഞാൻ അവസാനിപ്പിക്കുമ്പോൾ മനസ്സ് നിറഞ്ഞിട്ടാണ് അവസാനിപ്പിക്കുന്നത്. അപ്പോൾ മണാലി ഇവിടെ കഴിയാണ്. ഇനി ഞങ്ങൾ ഡൽഹിയിലും കൂടെ പോകുന്നുണ്ട്. അവിടെ ഒരു ദിവസം സ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ മണാലി ഉള്ള ആ ഒരു ട്രിപ്പ് ഇവിടെ വെച്ച് എൻഡ് ചെയ്യാണ്. അപ്പോൾ താങ്ക് യു ഗൈസ് ഫോർ വാച്ചിങ്. സ്റ്റേ ട്യൂൺഡ്.